ഹലോ ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന പോർഷൻ ഏതായിരുന്നു? നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്ന മെത്തേഡായിരുന്നു അല്ലേ? അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്ന മെത്തേഡ്സിൽ പല ടൈപ്പിലുള്ള പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ പ്രൊജക്ട് ഹാസ് 14 ആക്ടിവിറ്റീസ് A through M. The relationship which obtained among these activities are given below. Construct the network and number them. ആ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്ത് അതിന് നമ്പർ കൊടുക്കണം. ഇനി അതിനുള്ള ക്ലൂ ആണ് താഴെ തന്നിരിക്കുന്നത്. എ ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ അതിന് നെയിം എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് ബി ആൻഡ് സി ക്യാൻ ബി പെർഫോംഡ് ഇൻ പാരലൽ ആൻഡ് ആർ ഇമ്മീഡിയറ്റ് സക്സസർ ടു എ. ബി ആൻഡ് സി ക്യാൻ ബി പെർഫോംഡ് ഇൻ പാരലൽ. ബിയും സിയും പെർഫോം ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. അതുപോലെ ദാറ്റ് ആർ ഇമ്മീഡിയറ്റ് സക്സസർ ടു എ. അപ്പോൾ എക്ക് ശേഷം വരേണ്ട രണ്ട് ആക്ടിവിറ്റി ആണ് ഏതൊക്കെ? ബിയും സിയും. അപ്പോൾ നിങ്ങൾക്ക് പ്രെഡസസർ എന്ന് പറഞ്ഞാലും സക്സസർ എന്ന് പറഞ്ഞാലും മാറിപ്പോവരുത്. പ്രെഡസസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് മുന്നേ വരുന്ന ആക്ടിവിറ്റിയെ പ്രെഡസസർ എന്നും, സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റീസിനെയാണ് സക്സസർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റിയാണ് ഇത് ബിയും സിയും. ഇനി അടുത്തത് ഡി, ഇ ആൻഡ് എഫ് ഫോളോ ബി. അടുത്ത ക്ലൂ തന്നിരിക്കുന്നു. ഇനി അടുത്തത് ജി ഫോളോ ഇ. ജി ഫോളോ ചെയ്യുന്നത് ഇനിയാണ്. പിന്നെ എച്ച് ഫോളോ ഡി ബട്ട് ഇറ്റ് കനോട്ട് സ്റ്റാർട്ട് ടിൽ ഇ ഈസ് കംപ്ലീറ്റഡ്. എച്ച് ഡീനെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇ കംപ്ലീറ്റ് ആവാതെ അത് സ്റ്റാർട്ട് ആവില്ല. അതിനി വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഐ ആൻഡ് ജെ സക്സീഡ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എഫ് ആൻഡ് ജെ പ്രൊസീഡ് കെ. കെക്ക് മുന്നേ എന്താണ്? എഫും ജെയും വരണം. ഇനി അടുത്തത് എച്ച് ഐ പ്രൊസീഡ് എൽ. എം സക്സീഡ്സ് എൽ ആൻഡ് കെ. ദ ലാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് സക്സീഡ്സ് എം ആൻഡ് സി. ഇങ്ങനെയാണ് ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂസ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു ഈവൻറ്റ് വരച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻറ്റ് സർക്കിളിലൂടെയാണ് നമ്മൾ കാണിക്കാറ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഈവൻറ്റിന് 1 എന്ന നമ്പർ കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഒരു ഈവൻറ്റ് വരയ്ക്കുന്നു. അതാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ ഫിഗർ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളത് ഈ ചിത്രത്തിലൂടെ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് ഈവൻറ്റ് ഇവിടെ ഓൾറെഡി നമ്മൾ വരയ്ക്കുന്നു. 1 എന്ന് നമ്പർ കൊടുക്കുന്നു. അതിൽ നിന്നും നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം എന്ത് ചെയ്യുന്നു? ആരോ മാർക്ക് വരയ്ക്കുന്നു. ഒപ്പം തന്നെ എ എന്ന ആക്ടിവിറ്റി. അതിൻ്റെ എൻഡിങ്ങിൽ എന്ത് ചെയ്യണം? ഒരു ഈവൻറ്റ് വരയ്ക്കണം. അതിന് 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓർഡർ പ്രകാരം 2 എന്നല്ലേ നമ്പർ വരേണ്ടത്. അപ്പോൾ 2 എന്നുള്ളത് സെക്കൻഡ് ഈവൻ്റ് ആയിട്ട് 2 എന്ന നമ്പറും കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ക്ലൂവിലോട്ട് പോവാം. അടുത്ത ക്ലൂ എന്ന് പറയുന്നത് എന്താ? ബി ആൻഡ് സി ക്യാൻ ബി പെർഫോംഡ് ഇൻ പാരലൽ ആൻഡ് ആർ ഇമ്മീഡിയറ്റ് സക്സസർ ടു എ. എന്താ അതിൻ്റെ അർത്ഥം? സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം വരുന്നതാണ്. അപ്പോൾ ഇവിടെ എ എന്ന ആക്ടിവിറ്റിക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റീസ് ആണ് ബിയും സിയും എന്ന് മനസ്സിലായി. അത് പാരലലായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ഈവൻറ്റിൽ നിന്നും എന്താണ്? ബിയും സിയും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ എക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് എക്ക് ശേഷമാണ് ബിയും സിയും വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സക്സസർ എന്ന് പറഞ്ഞാൽ എ എന്ന ആക്ടിവിറ്റിക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റീസിനെയാണ് സക്സസർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ബിയും സിയും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഈവൻറ്റിൽ നിന്നും 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ബിയും സിയും വരയ്ക്കാം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ഒന്ന് ഇങ്ങോട്ടും വരച്ചു, ഒന്ന് ഈ സൈഡിലോട്ടും നീട്ടി വരച്ചു. അങ്ങനെ നീട്ടി വരയ്ക്കാൻ കാരണമുണ്ട്. കാരണം തൊട്ടടുത്ത് വരുന്ന ഓരോന്നും നോക്കുമ്പോൾ അങ്ങനെ നീട്ടി വരച്ചാലാണ് കണക്ഷൻ ശരിയാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഇതിൻ്റെ ഒരു റഫ് ഒരു സൈഡിൽ വരച്ചു നോക്കുക. അത് ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫെയർ ആയിട്ട് നിങ്ങൾ വരയ്ക്കാവൂ. അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ വരും. കാരണം വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ തെറ്റ് തിരുത്താൻ പറ്റില്ല. പിന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇത് വരയ്ക്കാവൂ. എന്തായാലും പേന ഉപയോഗിച്ച് വരയ്ക്കരുത്. കാരണം തെറ്റ് വന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് തിരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെൻസിൽ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് ബെറ്റർ. ഓക്കെ. പേന കൊണ്ട് വരച്ചാൽ പിന്നെ തെറ്റ് തിരുത്തുക എന്നുള്ള ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആദ്യം റഫ് വരച്ച ശേഷം ഫെയർ ആയിട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എന്താ? സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നിന്നും ബിയും സിയും സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു. എക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റീസാണ് സക്സസർ ആക്ടിവിറ്റീസാണ് ബിയും സിയും. അപ്പോൾ അത് ഈ ഭാഗം മാത്രം നീട്ടി വരച്ചു. അതിന് കാരണമുണ്ട്. കാരണം കണക്ഷൻ ശരിയാവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതിലേക്ക് പോവാണ്. ബിയും സിയും കഴിഞ്ഞു. ഇനി ഡി, ഇ ആൻഡ് എഫ് ഫോളോ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി, ഇ ആൻഡ് എഫ് ഫോളോ ബി. എഫ് ഏതിനെ ഫോളോ ചെയ്യുന്നുണ്ട്? ബീനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി എവിടെയാണ് കിടക്കുന്നതെന്ന് ഒന്ന് നോക്കാം.
ബി ഓൾറെഡി നമ്മളിവിടെ വരച്ചു കഴിഞ്ഞല്ലോ. അതെന്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്? എഫ് ഫോളോ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബീനെ ഫോളോ ചെയ്യുന്ന ഒരു പോർഷനാണ് ഇത് എഫ് എന്ന് ക്ലിയർ ആയി. ഓക്കെ, പിന്നെ വേറൊന്നും കൂടി നോക്കൂ. എഫ് മാത്രമല്ല, ഡി ഇ ആൻഡ് എഫ് ഫോളോ ബി എന്നാണ്. ബീനെ ഫോളോ ചെയ്യുന്നത് എഫ് മാത്രമല്ല, ഏത് കൂടി ഉണ്ട്? ഡിയും ഉണ്ട്, ഇയും ഉണ്ട്. അപ്പം 3 ആക്ടിവിറ്റീസ് ആണ് ബീനെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ബിയിൽ നിന്ന് 3 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ വരയ്ക്കാം? ഡി ഇ എഫ് എന്ന ആക്ടിവിറ്റീസ് വരയ്ക്കാം. അപ്പം ബി ഓൾറെഡി നമ്മളിവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡി ഇ എഫ് എന്നല്ലേ വരയ്ക്കേണ്ടത്. അപ്പം ഡി ആദ്യം വരച്ചു, അവിടെ ഒരു ഈവന്റ് വരച്ചു, അതിനൊരു നമ്പർ കൊടുക്കുക. അതുപോലെ ഇ വരച്ചു, പിന്നെ എഫും വരച്ചു. ഓക്കെ, അപ്പോൾ അവിടെ ഡി ഇ എഫ് എന്ന ആ ഓർഡറിൽ തന്നെ എഴുതി. അതൊക്കെ നീട്ടി വരയ്ക്കുന്നുണ്ട് ചിലത്, അതിന് കാരണമുണ്ട്, അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇനി വരുന്ന ഓരോ ക്ലൂവിനും അനുസരിച്ചിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം റഫ് വരച്ചിട്ട് ഇത് വരയ്ക്കാം കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരയ്ക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ റഫ് ഒന്ന് വരച്ചു നോക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ബിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിയും ഇയും എഫും സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു. അതിൻ്റെ ആ എൻഡിങ്ങിൽ ഓരോ ഈവൻറ്റും വരച്ചു. ഓക്കെ, പിന്നെ നമ്പർ ഇടുന്ന മെത്തേഡ് പറഞ്ഞുതരാം. ഇനി അടുത്തത് ജി ഫോളോ ഇ. ജി ഫോളോ ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ വരച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനെ ഫോളോ ചെയ്യുന്നത് ഏതാ? ജി ആണ്. അപ്പോൾ ഈ ഇവിടെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഈ ഇവിടെ ഉണ്ടല്ലോ, ഓൾറെഡി നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്നത് ഏതാ? ജി. അപ്പോൾ നമ്മൾ വേഗം ഒരു ആക്ടിവിറ്റി വരയ്ക്കുന്നു, ഒരു ഈവൻറ്റും വരയ്ക്കുന്നു. അവിടെ ആ ആക്ടിവിറ്റി സൈഡിൽ ജി എന്ന് കൊടുക്കുക. അപ്പോൾ അതും ഓക്കെ ആയി. ഇനി അടുത്തത് എച്ച് ഫോളോ ഡി ബട്ട് ഇറ്റ് കനോട്ട് സ്റ്റാർട്ട് ടിൽ ഇ കംപ്ലീറ്റ്. എച്ച് ഫോളോ ചെയ്യുന്നത് ഡീനെയാണ്. അതായത് ഡി ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്, അതിനെ ഫോളോ ചെയ്ത് ഏത് വരയ്ക്കണം? എച്ച് വരയ്ക്കണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ കംപ്ലീറ്റ് ആവാതെ അത് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന്. അപ്പോൾ ഇവിടെ നോക്കാം ഏതിലാണ് നമുക്ക് ചെയ്യേണ്ടത്? എച്ച് ഫോളോസ് ഡി എന്നല്ലേ? എന്ന് വെച്ചാൽ ഡി കണക്ട് ചെയ്തിട്ടാണ് ഡിക്ക് ശേഷം ഏത് വരയ്ക്കണം? എച്ച്. അപ്പോൾ ഇവിടെ ഡി എവിടെയാണ്? ഇവിടെ ഉണ്ട്, ഡി ഇവിടെ ഉണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യാം? എച്ച് എന്നുള്ളത് ആക്ടിവിറ്റി വരയ്ക്കാം. അത് വരച്ചു. ഓക്കെ, അപ്പോൾ ഡി കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? ഡിക്ക് ശേഷം നമ്മൾ എച്ച് എന്ന ആക്ടിവിറ്റി വരച്ചു, അതിൻ്റെ എൻഡിങ്ങിൽ ഒരു ഈവൻറ്റും വരച്ചു. ക്ലിയർ ആണല്ലോ ഇത്രയും? പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഇറ്റ് കനോട്ട് സ്റ്റാർട്ട് ടിൽ ഇ ഈസ് കംപ്ലീറ്റ്. പക്ഷേ ഈ കംപ്ലീറ്റ് ആവാതെ ഇത് സ്റ്റാർട്ട് ആവില്ല എന്ന്. അവിടെ ഇ എന്ന് പറയുന്നത് ഈ കോളല്ലേ? അപ്പോൾ ശരിക്കും ഈ ഭാഗം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിങ്ങനെ കണക്ട് ചെയ്യാതെ കിടക്കായിരുന്നു. ഈ കംപ്ലീറ്റ് ആവാതെ ഇതൊരിക്കലും സ്റ്റാർട്ട് ആവില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആക്കണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു ഡമ്മി ആക്ടിവിറ്റി വരയ്ക്കുന്നു. എന്ന് വെച്ചാൽ ഡോട്ട് ഇട്ട് ഒരു ആരോ മാർക്ക് വരയ്ക്കുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് എന്താ? ഡമ്മി ആക്ടിവിറ്റി. ഇപ്പം ഇത് കണക്ഷനായി. എന്നിട്ട് ഈ എച്ച് എന്ന് വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫിഗറിൻ്റെ ആ ഒരു പോർഷൻ, ചെറിയ പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഭാഗം നോക്കാം. ജി ഫോളോസ് ഇ കഴിഞ്ഞു, എച്ച് ഫോളോസ് ഡിയും കഴിഞ്ഞു. ഇനി എന്താ? ഐ ആൻഡ് ജെ സക്സീഡ് ജി. ഓക്കെ, ഐ ആൻഡ് ജെ സക്സീഡ് ജി. ജിക്ക് ശേഷം വരുന്നത് ഏതൊക്കെയാണ്? ഐയും ജെയും ആയിരിക്കണം. അതുപോലെ എഫ് ആൻഡ് ജെ പ്രസീഡ് കെ എന്നൊക്കെ തന്നിട്ടുണ്ട് അടുത്ത ക്ലൂ. അപ്പോൾ ഐ ആൻഡ് ജെ സക്സീഡ് ജി എന്ന് പറഞ്ഞാൽ ജിക്ക് ശേഷം വരുന്നതല്ലേ? അപ്പോൾ ജി ഓൾറെഡി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ ജി വരച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരേണ്ടത് എന്താ? ഐയും ജെയും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എച്ച് വരച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒന്ന് ഐ എന്ന് ചേർത്തു. പിന്നെ ഈ ഭാഗത്തോട്ട് ഒരു ജെ ആരോമാർക്ക് ഇട്ട് ഒരു ഈവൻറ്റും വരച്ച് ജെ എന്ന് ഈ ആക്ടിവിറ്റിയിലും കൊടുത്തു. ഓക്കെ, ഇനി ചെയ്യുന്നത് എഫ് ആൻഡ് ജെ പ്രസീഡ് കെ. എഫ് ആൻഡ് ജെ പ്രസീഡ് കെ എന്ന് വെച്ചാൽ കെയുടെ തൊട്ട് മുന്നേ ഏത് വരണം? എഫും ജെയും വരണം. അപ്പോൾ കെ എഫ് ജെ കഴിഞ്ഞിട്ട് ഏത് വരയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കെ. എഫ് ജെ കണക്ട് ചെയ്ത് ഏതിലോട്ട് വരയ്ക്കണം? കെയിലോട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫും ജെയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജെ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ വരച്ചു ജെ. എഫ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇപ്പോൾ കണക്റ്റഡ് ആയി കഴിഞ്ഞു. അങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മൾ നീട്ടി വരച്ചിരിക്കുന്നത്. അപ്പോൾ എഫും ജെയും ഏതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്? കെയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഈവൻറ്റിൽ നിന്നും നേരെ ഒരു കെ എന്ന ഈവൻറ്റ് വരയ്ക്കുന്നു, കെ എന്ന ആക്ടിവിറ്റി വരയ്ക്കുന്നു. അതിൻ്റെ എൻഡിങ്ങിൽ ഒരു ഈവൻറ്റും ക്ലിയർ വരയ്ക്കുന്നു. ഇനി അതിന് ശേഷം എച്ച് ഐ പ്രസീഡ് എൽ. എന്താ എച്ച് ഐ പ്രസീഡ് എൽ എന്ന് പറയുമ്പോൾ? എല്ലിന് തൊട്ട് മുന്നേ ഏത് വരണം? എച്ചും ഐയും വരണം. എന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ പറയുമ്പോൾ എച്ച് ഐന് ശേഷം ഏത് വന്നാൽ മതി? എൽ വന്നാൽ മതി. അപ്പോൾ എച്ചും ഐയും അവിടെ ഉണ്ടോ എന്ന് നോക്കാം. എവിടെയാണ് കിടക്കുന്നത് എച്ചും ഐയും എന്ന് നോക്കിക്കേ. എച്ച് ഇവിടെയും കിടക്കുന്നുണ്ട്, ഐ ഇവിടെയും കിടക്കുന്നുണ്ട്. കണ്ടോ? ഇതിങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കാൻ, ചേരിച്ച് വരയ്ക്കാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എച്ചും ഐയും കണക്ട് ചെയ്തിട്ട് ഏതിലോട്ട് പോകണം? എല്ലിലോട്ട് പോകണം. അപ്പോൾ വേഗം ഒരു ആക്ടിവിറ്റി വരയ്ക്കുന്നു, അവിടെ എല്ലെന്ന് കൊടുക്കുന്നു. ഇവിടെ ഈവൻറ്റ് ഓൾറെഡി നമ്മൾ തൊട്ട് മുന്നേ വരച്ചതാണല്ലോ, അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തത് മാത്രം. അപ്പോൾ എച്ചും ഐയും ഓക്കെ ആയി, എല്ലിലോട്ട് കണക്ട് ചെയ്തു. ഇനി എം സക്സീഡ്സ് എൽ ആൻഡ് കെ. എന്താ അതിൻ്റെ മീനിങ്? എൽ കെ. എം സക്സീഡ്സ് എൽ ആൻഡ് കെ. എൽ ആൻഡ് കെക്ക് ശേഷം വരേണ്ടത് ഏതാ? എം ആണ്. ഓക്കെ, അപ്പോൾ
എൽ കെയും ഇവിടെ ഉണ്ടോ നോക്കൂ. എല്ലും കെയും ഓൾറെഡി ഉണ്ട്, അത് കണക്ട് ചെയ്ത് ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് എന്ത് കൊടുക്കുക, എം എന്നുള്ളത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ വരച്ചു. ഇനി ദ ലാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് സക്സീഡ്സ് എം ആൻഡ് സി. ഇനി ലാസ്റ്റ് ഓപ്പറേഷൻ എൻ എങ്ങനെയാണ് വരേണ്ടത്, എമ്മിനും സിക്കും ശേഷമാണ് എൻ എന്ന ആക്ടിവിറ്റി വരയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ എമ്മും സിയും കണക്ട് ചെയ്തും കൊണ്ട് അതിൽ നിന്ന് വേണം എൻ വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ ഓൾറെഡി നോക്കിക്കേ, എം ഉണ്ടായിരുന്നു, പിന്നെ സി ഇങ്ങോട്ട് നീട്ടി വരച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇതിലേക്ക് കണക്റ്റഡ് ആയിരുന്നു. അതിൽ നിന്നും നമുക്ക് എന്ത് വരയ്ക്കാം, എൻ എന്ന ആക്ടിവിറ്റി വരച്ചു. എന്നിട്ട് ലാസ്റ്റ് വൺ അതിനൊരു നമ്പറും കൊടുത്തു, ആ ഈവൻറ്റിന് ഒരു നമ്പറും കൊടുത്തു. എപ്പോഴും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു സർക്കിളിലായിരിക്കണം തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും. എന്ന് വെച്ചാൽ ഒരു ഈവൻറ്റിൽ തന്നെ തുടങ്ങുകയും ഒരു ഈവൻറ്റിൽ തന്നെ അവസാനിക്കുകയും വേണം നമ്മുടെ ഫിഗർ. ഇനി അതിന് നമ്പർ കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ പ്രശ്നമൊന്നുമില്ല, 1, 2, 3 എന്ന രീതിയിൽ കൊടുത്തു. ഇനി അവസാനം വരുമ്പോഴേക്കും ഏറ്റവും വലിയ വാല്യൂ വേണം വരാൻ, അത് ആ ഓർഡറിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ 4 കൊടുത്തു, 5 കൊടുത്തു, 6, 7, 8, 9, 10, 11 കണ്ടോ. ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ നമ്പർ കൊടുക്കാൻ. ഓക്കെ, അതായത് ഫസ്റ്റ് ചെറിയ വാല്യൂ, ലാസ്റ്റ് വലിയ വാല്യൂ എന്ന രീതിയിൽ ഒരു ഓർഡർ ഈ ഭാഗത്തും ഒരു നമുക്ക് എണ്ണുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ തന്നെ ഒരു ഓർഡറിൽ വേണം കൊടുക്കാൻ. അത്രയേ ഉള്ളൂ നമ്പറിൻ്റെ കാര്യത്തിൽ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നന്നായി വരച്ച് തന്നെ പഠിക്കാം. ഒരു 3, 4 തവണ ഇത് സ്വയം വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇവിടെ ആക്ടിവിറ്റി കണക്റ്റഡ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡമ്മി ആക്ടിവിറ്റിയുടെ അത് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് D1 എന്നോ D2 എന്നൊക്കെ കൊടുക്കേണ്ടി വരും, അതിൻ്റെ എണ്ണത്തിനനുസരിച്ച്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം മുഴുവനായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നന്നായി നോക്കുക. ക്ലിയർ. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഏകദേശം അതുപോലെ തന്നെയാണ്. ഡ്രോ എ നെറ്റ്വർക്ക് ഫോർ ദ പ്രൊജക്ട്. അതിൽ 3 കോളം തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി, ഡിസ്ക്രിപ്ഷൻ, പ്രെഡസസർ ആക്ടിവിറ്റി. ഇനി ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എ മുതൽ ജെ വരെയുള്ള ലെറ്റേഴ്സാണ് തന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആ ഓരോ ആക്ടിവിറ്റിയും എന്ത് ആക്ടിവിറ്റി ആണെന്നുള്ളതിനെ ഉദ്ദേശിച്ച് തന്നതാണ്. എ എന്ന ആക്ടിവിറ്റി എന്താ, ഡിസ്മാൻഡിൽ പൈപ്പ് കണക്ഷൻ. പൈപ്പ് കണക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ എ എന്ന ആക്ടിവിറ്റിക്ക് പ്രെഡസസർ ആക്ടിവിറ്റി ഇല്ല എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ബി എന്ന ആക്ടിവിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്മാൻഡിൽ ഹെഡർ ക്ലോഷർ. ഓക്കെ, ഇതിന് ഈ ഒരു ബോക്സിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അതിൻ്റെ പ്രെഡസസർ ആക്ടിവിറ്റി എ. അതുപോലെ സിയുടെ റിമൂവ് ട്യൂബ് സാൻഡിൽ നിന്നാണ് ബി, അതിൻ്റെ പ്രെഡസസർ. ഇനി അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ ക്ലീൻ ബോത്ത്, അതിൻ്റെ ബി ആണ്. അടുത്തത് ഇ ക്ലീൻ ഹെഡർ, ബി. അടുത്തത് എഫ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ട്യൂബ് ബണ്ടിൽ. ഒക്കെ ഓരോ ആക്ടിവിറ്റിയാണ്, ആ ആക്ടിവിറ്റിയിൽ അവർ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്, സി. ഇനി അടുത്തത് ജി ക്ലീൻ ഷെല്ല്, സി. അടുത്തത് എച്ച് റീപ്ലേസ് ട്യൂബ് ബണ്ടിൽ, എഫ്, ജി ആണ് അതിൻ്റെ പ്രെഡസസർ. അടുത്തത് ഐയുടെ പ്രിപ്പയർ ഷെൽ പ്രഷർ ടെസ്റ്റ് എന്നാണ് ഐ എന്ന ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്രെഡസസർ ഡി ഇ എച്ച്. ജെ എന്ന് പറയുമ്പോൾ പ്രിപ്പയർ ട്യൂബ് പ്രഷർ ടെസ്റ്റ് ആൻഡ് റിസംബിൾ, അത് ഐ എന്ന പ്രെഡസസർ ആക്ടിവിറ്റിയാണ് അതിന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നെറ്റ്വർക്ക് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ആദ്യം ഈവൻറ്റ്, അതായത് സർക്കിൾ വരയ്ക്കും, അതിന് 1 നമ്പർ കൊടുക്കും. എന്നിട്ട് തന്ന ക്ലൂ അനുസരിച്ച് നമ്മളിങ്ങനെ വരച്ച് പോകും. ഇവിടെ നോക്കിക്കേ, ആക്ടിവിറ്റി എക്ക് പ്രെഡസസർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കിൾ വരച്ചു, അതിന് 1 നമ്പർ കൊടുത്തു. ഇനി ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് എന്തില്ല, പ്രെഡസസർ ഇല്ല. അപ്പോൾ നമ്മൾ വേഗം ആ എ എന്ന ആക്ടിവിറ്റി വേഗം അന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ എ എന്ന ആക്ടിവിറ്റി വരച്ചു. അടുത്ത ഈവൻറ്റിന് എത്ര കൊടുക്കാം, 2 നമ്പറും കൊടുക്കാം. ഇനി അടുത്ത് നോക്കിക്കേ, ബി എന്ന ആക്ടിവിറ്റി. ബി എന്ന ആക്ടിവിറ്റിയുടെ പ്രെഡസസർ എന്താ, എ ആണ്. എന്താ അതിൻ്റെ അർത്ഥം, എയുടെ തൊട്ട് മുന്നേ ബി വരണം. അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, എയുടെ തൊട്ട് മുന്നേ ബി വരണം. എയുടെ തൊട്ട് മുന്നേ എന്നല്ല, ബി എന്ന ആക്ടിവിറ്റിയുടെ പ്രെഡസസറാണ് എന്ത്, എ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, എ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വരച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ എക്ക് ശേഷം ഏത് വരയ്ക്കാം, ബി എന്നത് വരയ്ക്കാം. അപ്പോൾ ബി എന്ന ആക്ടിവിറ്റി വരയ്ക്കാൻ പോവാണ്. എയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബി എന്ന ആക്ടിവിറ്റി വരച്ചു. ഇനി ഇതിന് നമ്പർ കൊടുക്കണമല്ലോ, 1, 2 കഴിഞ്ഞാൽ പിന്നെ 3 അല്ലേ. ഇനി അടുത്തത് നോക്കാം. സി എന്ന ആക്ടിവിറ്റിയുടെ പ്രെഡസസർ ബി ആണല്ലോ. തൊട്ടടുത്ത് നോക്കൂ, ഡിയുടെയും ബി ആണ്, ഇയുടെയും ബി ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത് കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണ്, സി, ഡി, ഇ ഈ 3 ആക്ടിവിറ്റിയുടെയും പ്രെഡസസർ ബി തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ വരച്ച ബി എന്ന ആക്ടിവിറ്റിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട്, അതിൻ്റെ ആ ഈവൻറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ സി, ഡി, ഇ എന്നിങ്ങനെ 3 ആക്ടിവിറ്റി സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ ആ ഫിഗർ ക്ലിയർ ആയി.
അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ വരച്ചു പോവാം. അപ്പോൾ സി എന്ന ആക്ടിവിറ്റി വരച്ചു. സി എന്ന ആക്ടിവിറ്റി. അടുത്തത് ഏതാ വേണ്ടത്? ഡി അല്ലേ? അത് ഇത്തിരി നീട്ടി വരയ്ക്കുകയാണ്, കാരണം നമുക്കിനിയും അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാനുള്ളത് കൊണ്ടാണ്. ഡി എന്ന ആക്ടിവിറ്റി വരച്ചു. ഇനി എന്താണ്? ഇ. ഇ എന്ന ആക്ടിവിറ്റിയും വരച്ചു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? സി, ഡി, ഇ എന്നിവയുടെ പ്രഡസസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിക്ക് ശേഷം സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ സി, ഡി, ഇ വരച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സി വരച്ചു, ഡി വരച്ചു, ഇ വരച്ചു. അതിൽ ഈ ഡി മാത്രം കുറച്ച് നീട്ടി വരയ്ക്കാൻ കാരണമുണ്ട്, കാരണം തൊട്ടടുത്തതിൽ നമുക്ക് അതിങ്ങനെ കണക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നീട്ടി വരച്ചത് കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ നമ്പർ കൊടുക്കണം. അപ്പം ഈ 3 കഴിഞ്ഞാൽ ഇവിടെ 4 എന്ന് കൊടുക്കാം. അത്ര അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് ലാസ്റ്റ് ചെയ്യാം നമ്പർ കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും നോക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? എഫിൻ്റെ പ്രഡസസർ ആക്ടിവിറ്റി സി. തൊട്ടടുത്തും കൂടി നോക്കൂ. ജിയുടെ പ്രഡസസർ ആക്ടിവിറ്റി എന്ത് തന്നെയാണ്? സി ആണ്. എന്ന് വെച്ചാൽ എഫിൻ്റെയും ജിയുടെയും പ്രഡസസർ ആക്ടിവിറ്റി ഒന്ന് തന്നെയാണ് വരുന്നത്, സി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സി ഓൾറെഡി നമ്മുടെ ചിത്രത്തിലുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഏത് ആക്ടിവിറ്റി വരച്ചാൽ മതി? എഫും ജിയും അല്ലേ? അപ്പോൾ അതാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ എഫും വരച്ചു, അതുപോലെ ജിയും വരച്ചു. ഓക്കെ ആണോ? ഇനി ഇതിന് നമ്പർ കൊടുക്കാം. 4 കഴിഞ്ഞാൽ 5, 6 എന്നിങ്ങനെ നമ്പറും കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇതും ക്ലിയർ ആയി. ഇനി അടുത്തത് റീപ്ലേസ് 2 ബണ്ടിൽ എന്നതിൻ്റെ നേരെ വരുന്ന ആക്ടിവിറ്റി ഏതാ? എച്ച്. എച്ചിൻ്റെ പ്രഡസസർ ആക്ടിവിറ്റി ഏതാ? എഫ് ജി. എന്താ അതിൻ്റെ മീനിങ്? എഫ് ജിക്ക് ശേഷം കമ്പൈൻ ചെയ്ത് എഫും ജിയും കമ്പൈൻ ചെയ്തിട്ട് കണക്ട് ചെയ്യേണ്ടത് എച്ചിലോട്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എഫും ജിയും എവിടെയാണ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എ പി വരച്ചതാണ് എഫ് ജി. ഇത് കണക്റ്റഡ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് കണക്ട് ചെയ്ത് തന്നെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ എഫും ജിയും കണക്ട് ചെയ്യാൻ വേണ്ടി അതിലൊരു ഡമ്മി ആക്ടിവിറ്റി വരയ്ക്കണം. ഡമ്മി ആക്ടിവിറ്റി ഡോട്ട് ഇട്ടിട്ടാണ് വരയ്ക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഡമ്മി ആക്ടിവിറ്റിക്ക് നമുക്കൊരു പേര് കൊടുത്തൂടെ? D1 എന്ന് കൊടുക്കാം. ആദ്യം വരയ്ക്കുന്ന ആക്ടിവിറ്റീനെ D1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡമ്മി തന്നെ എഴുതി വെച്ചാലും മതി. അപ്പോൾ ഇത് കണക്റ്റ് ആയല്ലോ. എഫും ജിയും കണക്ട് ചെയ്തിട്ട് ഏതിലോട്ടാണ് വേണ്ടത്? സിയിലോട്ട്. അതെ, സോറി, എവിടെയാ? സി എന്ന ആക്ടിവിറ്റിന്ന് എഫും ജിയും ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എച്ച് ആണ് വരയ്ക്കേണ്ടത് അല്ലേ? എച്ചിൻ്റെ പ്രഡസസർ ആക്ടിവിറ്റി എഫും ജിയും ആണ്. അപ്പോൾ എഫും ജിയും കണക്ട് ചെയ്തിട്ടേ എച്ചിലേക്ക് വരയ്ക്കാവൂ. അപ്പോൾ എഫും ജിയും കണക്റ്റഡ് അല്ലായിരുന്നു, പക്ഷെ നമ്മൾ ഡമ്മി ആക്ടിവിറ്റിയിലൂടെ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്ത് ഈ 6 എന്ന ഇവൻറ്റിലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഏത് വരയ്ക്കാൻ? ഇതാ എച്ച് എന്ന ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ എച്ച് എന്ന ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്നും വരച്ചു തുടങ്ങണം. അതായത് 6 എന്ന ഇവൻറ്റിൽ നിന്നും എച്ച് എന്ന ആക്ടിവിറ്റി ഈ ഈവൻറ്റിലേക്ക്, നേരത്തെ വരച്ച ഒരു ഈവൻ്റ് ഉണ്ടല്ലോ ഇത്, അതിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇതേതാണ്? എച്ച് എന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് ഏതാണെന്ന് നോക്കാം. എഫ് ജി എച്ച് വരച്ചു. ഇനി ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രഡസസർ ആക്ടിവിറ്റി DEH. എന്താ അതിൻ്റെ മീനിങ്? DEH കഴിഞ്ഞിട്ട് വരേണ്ട ആക്ടിവിറ്റിയാണ് ഐ. DEHനെ കമ്പൈൻ ചെയ്ത് കണക്ട് ചെയ്ത ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ട ആക്ടിവിറ്റിയാണ് ഐ. അപ്പോൾ ഇവിടെ DEH ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ഡി ഇവിടെ കിടക്കുന്നു അല്ലേ? ഇ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എന്താണ്? എച്ച് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ 3 ഇവിടെ ഉണ്ട്. DEH 3 കിടക്കുന്നുണ്ട്, നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കാണാണ്ടല്ലോ. ഈ ഗ്യാപ്പും കൂടി പൂർത്തീകരിച്ചാൽ മാത്രമല്ലേ ഈ 3 ആക്ടിവിറ്റിയും കണക്റ്റഡ് ആണ് എന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഡമ്മി ആക്ടിവിറ്റി വരച്ചു കൊടുക്കാം, എന്നാലാണ് അത് കണക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ വീണ്ടും ഡോട്ട് ഇട്ട് ഡമ്മി ആക്ടിവിറ്റി കൊടുക്കുന്നു. ഇത് D1 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? D2 എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ 3 ഇപ്പോൾ കണക്റ്റഡ് ആയല്ലോ. DEHും കണക്റ്റഡ് ആയി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. എന്താണ്? DEHന് ശേഷം വരേണ്ടത് ഐ എന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് തുടർച്ചയായിട്ട് ഐ എന്ന ആക്ടിവിറ്റി ഇതിൽ നിന്നും വരയ്ക്കാം. അപ്പോൾ വേഗം ഒരു ആക്ടിവിറ്റി വരയ്ക്കുന്നു, ഐ എന്ന് പേര് കൊടുക്കുന്നു, അതിൻ്റെ എൻഡിങ്ങിൽ ഒരു ഈവൻറ്റും കൊടുക്കുന്നു. ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? ഇനി ബാക്കി ലാസ്റ്റ് വൺ ജെയുടെ പ്രഡസസർ ആക്ടിവിറ്റി ഐ ആണ്. എന്ന് വെച്ചാൽ ഐക്ക് ശേഷം വരേണ്ടത് ഏതായിരിക്കണം? ജെ ആയിരിക്കണം. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നേരെ എന്ത് ചെയ്യുന്നു? വേഗം ഒരു ആക്ടിവിറ്റി കൂടി വരയ്ക്കുന്നു, ഒരു ഈവൻറ്റും വരയ്ക്കുന്നു. ഒപ്പം ഇതിൻ്റെ പേരെന്താ? ഐക്ക് ശേഷം വരേണ്ടത് ജെ ആണ്. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ
ചിത്രം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ നോക്കാം. 1 2 3 4 5 6 ആയി അല്ലേ. ഇനി നമുക്കിവിടെ 7 എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു തുടർച്ചയായിട്ടല്ലേ കിടക്കുന്നത്, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം, 8, പിന്നെ 9, പിന്നെ 10. അപ്പോൾ ഇതിൽ എത്ര ഇവന്റ് ടോട്ടൽ വന്നു, 1 മുതൽ 10 വരെ 10 ഇവന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പിക്കിന്റെ ഏകദേശ രൂപം വരുന്നത്. ഓക്കെ, ഇതും നന്നായി വരച്ച് തന്നെ പഠിക്കണം. നിങ്ങൾ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, നന്നായി മനസ്സിലാക്കുക. അതിനുശേഷം ഒരു തവണ ഒന്ന് വരച്ച് നോക്കുക, നോക്കി വരയ്ക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ തനിയെ വരച്ച് നോക്കുക കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ ക്ലിയർ ആയാൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാവും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനാവും. ഓക്കെ, അപ്പോൾ ഇതും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഫിഗർ ഏകദേശം ഇങ്ങനെയാണ് വരിക. അതിവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിതിൻ്റെ നോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ വരച്ച അതേപോലത്തെ ഒരു ചിത്രമാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെയും ഇതുപോലെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 3 ബോക്സ് തന്നിരിക്കുന്നു. ആക്ടിവിറ്റി, ഡിസ്ക്രിപ്ഷൻ, പ്രെഡസസർ ആക്ടിവിറ്റി. ഇവിടെ എ മുതൽ എഫ് വരെയാണ് ലെറ്റേഴ്സ് തന്നിരിക്കുന്നത്. അതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഫിനിഷ് കമ്പോണന്റ് ഡെവലപ്മെന്റ്. എ എന്ന ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനിഷ് കമ്പോണന്റ് ഡെവലപ്മെന്റ് എന്നാണ്. അതിൻ്റെ പ്രെഡസസർ ഇല്ല. ഇനി ബി എന്നത് പറഞ്ഞാലോ ഡിസൈൻ മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്നാണ്. അതിൻ്റെ പ്രെഡസസർ എ. അടുത്ത് സി ഡിസൈൻ പ്രൊഡക്ഷൻ സിസ്റ്റം, അതിൻ്റെ എ. അടുത്ത് ഡി സെലക്ട് അഡ്വർടൈസിംഗ് മീഡിയ, അതാണ് ഡി എന്ന ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രെഡസസർ ബി. അടുത്തത് ഇ ഇനീഷ്യൽ പ്രൊഡക്ഷൻ റൺ, അതിൻ്റെ പ്രെഡസസർ സി. അടുത്തത് എഫ് എന്ന് പറഞ്ഞാൽ റിലീസ് കമ്പോണന്റ് ടു മാർക്കറ്റ് എന്നാണ് ആ ആക്ടിവിറ്റി എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രെഡസസർ ഡിയും ഇയും ആണ്. ഇനി ഇതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്ക് എന്തില്ല, പ്രെഡസസർ ഇല്ല. അപ്പോൾ നമുക്കറിയാം ഒരു ഈവന്റ് വരച്ച് വേഗം ഒരു ആക്ടിവിറ്റി വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഈവന്റ് വരച്ചു, എ എന്ന ആക്ടിവിറ്റി എഴുതി, അതിന് അടുത്ത ഈവന്റിൽ 2 നമ്പർ കൊടുത്തു, 1 2. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി ബിയുടെ നേരെ നോക്കുമ്പോൾ എ ആണ് പ്രെഡസസർ, സിയുടെ നേരെ നോക്കുമ്പോഴും എ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, ബിക്കും സിക്കും ഒരേ പ്രെഡസസറാണ് വരുന്നത്. എന്ന് വെച്ചാൽ എ കഴിഞ്ഞാൽ വരേണ്ട 2 ആക്ടിവിറ്റിയാണ് ബിയും സിയും. അപ്പോൾ എ കഴിഞ്ഞ ഉടനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏത് വരയ്ക്കണം, ബിയും സിയും. അപ്പോൾ ഈ സെക്കൻഡ് ഈവന്റിൽ നിന്നും ബിയും സിയും സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ആ 2 കഴിഞ്ഞ ഇവിടെ 3, പിന്നെ ഈ സൈഡിൽ 4 എന്നും കൊടുക്കാം. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി അടുത്തത് ഡി എന്ന ആക്ടിവിറ്റിയുടെ പ്രെഡസസർ ബി ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്, ഡി എന്ന ആക്ടിവിറ്റിയുടെ പ്രെഡസസർ ബി എന്ന് പറഞ്ഞാൽ ബിക്ക് ശേഷം വരേണ്ടത് ഡി ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബി ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം, ഡി. അതൊന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്, അതിന് കാരണമുണ്ട്. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ 3 4 കഴിഞ്ഞാൽ 5 നമ്പർ കൊടുക്കാം. ഇനി അടുത്തത് ഇയുടെ നോക്കാം. അതിന് സി ആണ് പ്രെഡസസർ ആക്ടിവിറ്റി. എന്താ അതിൻ്റെ മീനിങ്, സി കഴിഞ്ഞ ഉടനെ ഇ ആണ് വരേണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സി കഴിഞ്ഞ ഉടനെ ഇ വരിക എന്ന് പറഞ്ഞാൽ സി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഇതൊന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെരിച്ചിട്ട് ഒരു ഇ എന്ന ആക്ടിവിറ്റി കൂടി വരയ്ക്കാം. അപ്പോൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് വണ്ണിൽ നോക്കിക്കേ, എഫിൻ്റെ പ്രെഡസസർ ആക്ടിവിറ്റി ഡിയും ഇയും ആണ്. എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, ഡി ഇ കഴിഞ്ഞ ഉടനെ കിട്ടേണ്ട ആക്ടിവിറ്റി എഫ് ആയിരിക്കണം. അപ്പോൾ ഡി ഇ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഡി ഇ ഓൾറെഡി നമ്മളിവിടെ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ ഈസി ആയിട്ട് അടുത്തത് വരയ്ക്കാം. ഡി ഇക്ക് ശേഷം എന്ത് വന്നാൽ മതി, എഫ് വന്നാൽ മതി. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി വരച്ചു, എഫ് എന്ന ആക്ടിവിറ്റി. അതിൻ്റെ എൻഡിങ്ങിൽ ഒരു ഈവൻറ്റും കൊടുത്തു. ഇനി നമ്പർ ഓൾറെഡി നമ്മളിങ്ങനെ ഈ ഓർഡറിൽ തന്നെ ഇട്ടുകൊണ്ട് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. 1 2 3 4 5 6. ഇതൊരു ചെറിയ ഫിഗർ അല്ലേ, അപ്പോൾ നമ്പർ ഇടുക എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നമ്പർ ഇടുമ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യം ഇടുമ്പോൾ 1, പിന്നെ ആ ഓർഡറിൽ അങ്ങനെ പോയി അവസാനം എൻഡിങ്ങിൽ ആ ചിത്രത്തിൻ്റെ അവസാനമാണ് ഏറ്റവും വലിയ വാല്യൂ വരേണ്ടത്. ഓക്കെ, ഈവൻറ്റിൻ്റെ നമ്പറായിട്ട്. അപ്പോൾ ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. നേരത്തെ പോലത്തെ ഒരു പ്രോബ്ലം അല്ല, കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് നോൺ ഫോർ എ പ്രൊജക്ട്, ഡ്രോ എ നെറ്റ്വർക്ക്. താഴെ തന്നിരിക്കുന്നത് ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതിൻ്റെ നെറ്റ്വർക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിനൊക്കെ പ്ലാൻ വരയ്ക്കാറില്ലേ, അതുപോലെ ഒരു പ്രൊജക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലാനിങ് വരയ്ക്കുന്ന മെത്തേഡാണ് എന്ത്, നെറ്റ്വർക്ക് ഡയഗ്രാം അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനലൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ നെറ്റ്വർക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് എ മുതൽ കെ വരെ തന്നിട്ടുണ്ട്. പ്രെഡസസർ എന്ന് പറഞ്ഞിട്ട് കുറേ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വരച്ചു തുടങ്ങാം. വരച്ചു തുടങ്ങുമ്പോൾ എയുടെ തൊട്ട് താഴെ നിൽ എന്ന് എഴുതിയിട്ടുണ്ട്. നിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്ക് പ്രെഡസസർ ഇല്ല. ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഒരു ലൈൻ ആയിട്ടായിരിക്കും തരിക, ചിലപ്പോൾ നിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും. എന്തായാലും
അതിന്റെ മീനിങ് എന്താ? എക്ക് പ്രെഡസസർ ഇല്ല എന്നാണ്. ഓക്കെ, അപ്പോൾ എയുടെ തൊട്ട് താഴെ നിൽ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്ക് പ്രെഡസസർ ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇവന്റ് വരയ്ക്കുന്നു, അതായത് സർക്കിൾ വരയ്ക്കുന്നു, അതിന് 1 നമ്പർ കൊടുക്കുന്നു. അതിൽ നിന്നും കണക്ട് ചെയ്തിട്ട് ഏത് ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് വരയ്ക്കുക? എ എന്ന ആക്ടിവിറ്റി വരയ്ക്കുന്നു. എ എന്ന ആക്ടിവിറ്റി വരച്ചു, കാരണം ഈ ഇവന്റിന്റെ തൊട്ട് മുന്നേ വേറെ ഒന്നുമില്ല എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. എ എന്ന ആക്ടിവിറ്റിയുടെ തൊട്ട് മുന്നേ എന്തില്ല? പ്രെഡസസർ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇവന്റിൽ നിന്ന് എ എന്ന ആക്ടിവിറ്റി വരച്ചു. അതിന്റെ അടുത്ത ഇവന്റിന് എത്ര കൊടുക്കാം? 2 നമ്പറും കൊടുക്കാം. ഇനി അടുത്ത് നോക്കുക, ബി എന്ന ആക്ടിവിറ്റിയുടെ പ്രെഡസസർ ആക്ടിവിറ്റിയാണ് എ. എന്താ അതിന്റെ മീനിങ്? എക്ക് ശേഷം വരേണ്ട ആക്ടിവിറ്റി ബി ആയിരിക്കണം. അപ്പോൾ വേഗം ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ബി എന്ന ആക്ടിവിറ്റി വരച്ചു. പിന്നെ അടുത്ത ഈവന്റ് വരച്ചു, അതിന് 3 നമ്പറും കൊടുക്കാം. ഇനി അടുത്ത് നോക്കുക, സിയുടെ ബി ആണ് പ്രെഡസസർ. ഇനി ഇതേപോലെ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇതിലിങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇക്കും പ്രെഡസസർ ബി ആ വരുന്നത്. എന്താ അതിന്റെ മീനിങ്? സിയുടെയും ഇയുടെയും പ്രെഡസസർ ആക്ടിവിറ്റി ബി തന്നെയാണ്, രണ്ടും ഒന്നാണ് അല്ലെ. എന്ന് വെച്ചാൽ ബി എന്ന ആക്ടിവിറ്റിക്ക് ശേഷം വരേണ്ട 2 ആക്ടിവിറ്റിയാണ് സിയും ഇയും എന്നാണ് അർത്ഥം. അപ്പൊ അതിന് ബിയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചൂടെ? അപ്പൊ ബി ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിൽ നിന്നും സിയും ഇയും സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു. അതിന് ഓരോ നമ്പറും കൊടുക്കാം. 4, 5. ഇവിടെ 3 ആണെങ്കിൽ ഇത് 4, 5 എന്ന രീതിയിൽ കൊടുത്തു. ഇനി അടുത്തത് നോക്കാം, ഡിയുടെ പ്രെഡസസർ ആക്ടിവിറ്റി എന്താ? സി ആണ്. എന്ന് വെച്ചാൽ സിക്ക് ശേഷം വരേണ്ടത് ഡി ആണ്. സി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ സിക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വേഗം ഒരു ഡി എന്ന ആക്ടിവിറ്റി വരച്ചു. അതിന് അപ്പം തന്നെ നമ്പർ കൊടുത്തു, 6 എന്ന നമ്പറും കൊടുത്തു അതിന്റെ ഈവന്റിൽ വരുന്ന നമ്പർ കൊടുക്കുമ്പോൾ. ഇനി അടുത്തത് എഫിന്റെ പ്രെഡസസർ ആക്ടിവിറ്റി എന്താ? ഇ ആണ്. എഫിന്റെ പ്രെഡസസർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇക്ക് ശേഷം വരേണ്ടത് എഫ് ആണ്. ഈ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നും കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എഫ് എന്ന ആക്ടിവിറ്റി വരച്ചു. അപ്പോൾ ഇവിടെ ഇവന്റിൽ ഓൾറെഡി നമ്മൾ 6 എന്ന നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ആയിട്ടോ. അപ്പോൾ ഇനി അടുത്ത് നോക്കൂ, ജിയുടെ പ്രെഡസസർ ആക്ടിവിറ്റി ഡിയും എഫ് ആ. എന്ന് വെച്ചാൽ ഡിയും എഫും കണക്ട് ചെയ്ത് ഏതിലോട്ട് പോകണം? ജിയിലോട്ട് പോകണം. അപ്പോൾ ഡിയും എഫും ഓൾറെഡി ഇപ്പോൾ ഇവിടെ വരച്ചു കഴിഞ്ഞല്ലോ കണക്ട് ചെയ്തിട്ട്. ഇനി അത് നമുക്ക് എന്തിലോട്ട് കൊണ്ടുപോകാം? ജിയിലോട്ട്. അപ്പോൾ അതൊന്ന് ചെരിച്ച് വരയ്ക്കുകയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ചിത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിയിലോട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചു. ജി എന്ന ആക്ടിവിറ്റി വരച്ചു. അതിന്റെ എൻഡിങ്ങിൽ ഒരു ഈവന്റും വരച്ചു. അതിന് നമ്പർ 4, 5, 6. പിന്നെ ഇവിടെ 8 വരുന്നത്. അതിന് കാരണം 8ന്റെ തൊട്ട് മുന്നേ ഒരു ഈവന്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് 7 കൊടുത്താൽ മതി. അപ്പോൾ ആ ഓർഡറിൽ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ എൻഡിങ്ങിൽ 10 നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 4, 6 വരെ കുഴപ്പമില്ല, 4, 5, 6 വരെ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെറും സർക്കിൾ ഇടുക, എന്നിട്ട് ലാസ്റ്റ് നമ്പർ ഇട്ടാൽ മതി കേട്ടോ. ഇനി അടുത്തത് എച്ചിന്റെ പ്രെഡസസർ എന്താ? ഇ ആണ്. എന്ന് വെച്ചാൽ ഇക്ക് ശേഷം വരേണ്ടത് എച്ച് ആണ്. അപ്പോൾ ഇ ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി. അതിൽ നിന്നും എന്ത് ചെയ്യുക? ഒരു എച്ച് എന്ന ആക്ടിവിറ്റി വരയ്ക്കുക, ഈവന്റ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 7 കൊടുക്കാം. ഇനി അടുത്തത് ഐയുടെ പ്രെഡസസർ ആക്ടിവിറ്റി എച്ച് എന്ന് വെച്ചാൽ എച്ചിന് ശേഷം ഐ വരണം. അപ്പോൾ എച്ച് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് ചെരിച്ചിട്ട് വേണം ഐ വരയ്ക്കാൻ. കാരണം തൊട്ടടുത്ത് നോക്കുക, ജെയുടെ പ്രെഡസസർ ആക്ടിവിറ്റി ജിയും ഐയും ആണ്. എന്ന് വെച്ചാൽ ജിയും ഐയും കണക്ട് ചെയ്തിട്ട് ഏതിലോട്ട് വരയ്ക്കണം? ജെയിലോട്ട്. അപ്പോൾ വേഗം ജെ എന്ന ആക്ടിവിറ്റി വരയ്ക്കുന്നു, ഈവന്റ് വരയ്ക്കുന്നു. പിന്നെ അടുത്തത് കെ എന്ന് പറഞ്ഞാൽ പ്രെഡസസർ ആക്ടിവിറ്റി ജെ ആണ്. ജെക്ക് ശേഷം വരേണ്ടത് കെ ആണ്. അപ്പോൾ ജെ ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? കെ വരയ്ക്കാം. ഒരു ഈവന്റും വരയ്ക്കാം. ഇനി നമുക്ക് നമ്പർ ഇടാം. 6 വരെ കുഴപ്പമില്ല. 1, 2, 3, 4, 5, 6 വരെ നമ്മൾ ഇട്ടിരുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 7 ഇട്ടാൽ ഇവിടെ 8 കൊടുക്കുമ്പോൾ ഒരു ഓർഡർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വായിക്കുക, 8, 7, 9, 10 എന്നാവും. അപ്പോൾ ആ ഓർഡർ തെറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3, 4, 5, 6 ഇവിടെ കൊടുത്തു. അപ്പോൾ 7 ഇവിടെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ 7 ഇവിടെയും 8, 9, 10 എന്ന രീതിയിൽ തന്നെ നമ്പർ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതും നന്നായി വരച്ച് തന്നെ പഠിക്കുക, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിൻ്റെ ഒരു റഫ് ഒരു സൈഡിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫെയർ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. Draw a network diagram comprising activities A, B, C, etc. and K such that the following relationship are satisfied. അതിന്റെ ക്ലൂ തന്നിരിക്കുന്നത് എ, ബി ആൻഡ് സി ആർ ഫസ്റ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊജക്ട് ആൻഡ് ക്യാൻ സ്റ്റാർട്ട് സൈമൾട്ടേനിയസ്ലി. എ, ബി, സി ആണ് ഫസ്റ്റ് ആക്ടിവിറ്റീസ്. അതായത് എന്ത് ചെയ്യാം? 3 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിൽ നിന്ന് ഒരു ഇവന്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ എ, ബി, സി വരയ്ക്കാം എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ക്ലൂ. അടുത്തത് എ പ്രസീഡ്സ് ഡി, B precedes E and F, F and C precedes G, E precedes H and I, D and I precede J, K precedes K. അടുത്തത് H, G and K are the terminal activities of the project. ഇത്രയാണ് ക്ലൂ ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കുന്നു, അതിന് നമ്പർ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ഈവന്റ് വരയ്ക്കുന്നു, അതിന് നമ്പർ കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഈവന്റ് വരച്ചിട്ട് അതിന് നമ്പർ കൊടുക്കുന്നു, 1 എന്ന് കൊടുത്തു. ഇനി ഫസ്റ്റ് ക്ലൂ എന്താ? എയും ബിയും സിയും എന്താണ്? ഫസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ആ പ്രൊജക്ടിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നിച്ചിട്ടാണ്, സൈമൾട്ടേനിയസ്ലി ഒരുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ
ഫസ്റ്റ് ഈവൻറ്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ എ എന്ന ഈവൻറ്റ്, ബി എന്ന ഈവൻറ്റ്, സി എന്ന ഈവൻറ്റും വരയ്ക്കാം. ഈവൻറ്റ് നല്ല ആക്ടിവിറ്റിയാണ്. എ ആക്ടിവിറ്റി, ബി ആക്ടിവിറ്റി, സി ആക്ടിവിറ്റി. അതിൻ്റെയൊക്കെ എൻഡിങ്ങിൽ ഓരോ ഈവൻറ്റും വരച്ചു. ഇനി അതിന് നമ്പർ കൊടുക്കുക. 1 കൊടുത്ത സ്ഥിതിക്ക് ഇവിടെ 2, 3, 4 എന്ന് കൊടുക്കാം. അപ്പോൾ അത്രയും ക്ലിയർ ആയി. ഇനി അടുത്തത് എ പ്രസീഡ്സ് ഡി. എക്ക് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഡിയുടെ തൊട്ട് മുന്നേ ഏത് വരണം? എ വരണം. എന്ന് വെച്ചാൽ നേരെ തിരിച്ച് പറയുമ്പോൾ എക്ക് തുടർച്ചയായിട്ട് ഡി വരണം. അപ്പോൾ എ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ട് എന്ത് കൊടുക്കുക? ഡി എന്ന ആക്ടിവിറ്റി. എൻഡിങ്ങിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു, അതായത് ഒരു ഈവൻറ്റ് വരയ്ക്കുന്നു. ഇനി അടുത്തത് ബി പ്രസീഡ്സ് ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബിക്ക് ശേഷം എന്താണ് വരേണ്ടത്? ഇയും എഫും. അപ്പോൾ ബി ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഏതൊക്കെ വരണം? ഇയും എഫും. അപ്പോൾ ബിയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഇയും എഫും വരയ്ക്കാൻ. അപ്പോൾ ഈ ഈവൻറ്റ് 3 എന്ന ഈവൻറ്റിൽ നിന്നും ഇ എന്ന ആക്ടിവിറ്റി വരച്ചു, എഫ് എന്ന ആക്ടിവിറ്റി സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു. എന്നിട്ട് അതിൻ്റെ എൻഡിങ്ങിൽ എന്ത് ചെയ്യുന്നു? ഓരോ ഈവൻറ്റും വരയ്ക്കുന്നു. ഇനി അടുത്തത് എന്താണ്? ഡി ആൻഡ് ഐ പ്രസീഡ് ജെ. ഇതല്ലേ ആദ്യം പറഞ്ഞത്? ഇ പ്രസീഡ്സ് എച്ച് ആൻഡ് ഐ. ഓക്കെ, അതിന് മുന്നുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എഫ് ആൻഡ് സി പ്രസീഡ്സ് ജി എന്നാണ് പറഞ്ഞത്. ബി പ്രസീഡ്സ് ഇ ആൻഡ് എഫ് എന്ന് വെച്ചാൽ ബിക്ക് തുടർച്ചയായിട്ട് ഏത് വേണം? ഇയും എഫും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു. അതിൻ്റെ എൻഡിങ്ങിൽ ഈവൻറ്റും വരച്ചു. ഓക്കെ, ഇനി അടുത്തത് എഫ് ആൻഡ് സി പ്രസീഡ്സ് ജി. എന്താ അതിൻ്റെ മീനിങ്? എഫിനും സിക്കും ശേഷം ഏതാണ്? ജി. അല്ലെങ്കിൽ ഇവിടെ വരച്ചിരിക്കുന്നത് നോക്കാം. എഫ് സി ഇവിടെ കാണാം. അപ്പോൾ എഫ് സി കണക്റ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വരച്ചത് ഏതൊക്കെയായിരുന്നു? ഇയും ഇവിടെ തൊട്ട് മുന്നേ പറഞ്ഞത് എഫ് സി അല്ല, ബി പ്രസീഡ്സ് ഇ ആൻഡ് എഫ്. അതായത് ബിക്ക് ശേഷം ഇയും എഫും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പോൾ അത് വരച്ചു. അതിൻ്റെ എൻഡിങ്ങിൽ ഓരോ സർക്കിൾ അല്ലെങ്കിൽ ഈവൻറ്റ് വരച്ചു. പിന്നെ എഫും സിയും എന്താണ്? ജിയിലോട്ട് പ്രൊസീഡ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പോൾ എഫ് ഓൾറെഡി നമ്മളിവിടെ വരച്ചിരുന്നു. പിന്നെ ഒരു സി ഓൾറെഡി ഇവിടെ വരച്ചിരുന്നു. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തിലോട്ട് വരയ്ക്കണം എന്നാണ് ഇവിടെ പറയുന്നത്? ജിയിലോട്ട്. അപ്പോൾ ഇവിടെ ചെരിച്ച് കുറച്ച് ഒരു നീളത്തിൽ തന്നെ ജി വരയ്ക്കുന്നു കണക്ട് ചെയ്തിട്ട്. അതിന് കാരണം തൊട്ടടുത്ത ക്ലൂ അതെന്തുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ റഫ് വരച്ചിട്ട് ഇത് വരയ്ക്കാവൂ. അപ്പോൾ ഇനി അടുത്തത് എഫ് ആൻഡ് സി പ്രസീഡ്സ് ജി. ഇനി ഇ പ്രസീഡ്സ് എച്ച് ആൻഡ് ഐ. എന്താ അതിൻ്റെ മീനിങ്? എച്ചും ഐയും കണക്ട് ചെയ്തിട്ട് ഏതിലോട്ട് പോകണം? ഇയിലോട്ട്. അപ്പോൾ എച്ചും ഐയും എവിടെയാണ് കിടക്കുന്നത് എന്ന് നോക്കാം. എച്ച് ഐ എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി വരച്ചിട്ടതാ ജി വരച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തത് എച്ചിന് വേണ്ട ക്ലൂ ഇവിടെ തന്നിട്ടുണ്ടോ നോക്കൂ. ഈ പ്രസീഡ്സ് എച്ച് ആൻഡ് ഐ. ഈ പ്രസീഡ്സ് എച്ച് ആൻഡ് ഐ. അപ്പോൾ ഇയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വരയ്ക്കണം? എച്ചും ഐയും. അതായത് ഇക്ക് കണ്ടിന്യൂസ് ആയിട്ട് നേരെ തിരിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഈ പ്രസീഡ്സ് എച്ച് ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ ഇക്ക് ശേഷം നമുക്ക് എന്ത് വരയ്ക്കാം? എച്ചും ഐയും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഈ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിൽ നിന്നും എച്ചും വരയ്ക്കുന്നു. പിന്നെ ഇങ്ങോട്ട് ഐയും വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഡി ആൻഡ് ഐ പ്രസീഡ് ജെ. എന്താ അതിൻ്റെ മീനിങ്? ഡിയും ഐയും കണക്ട് ചെയ്തിട്ട് ഏതിലോട്ട് പോകണം? ജെയിലോട്ട് പോകണം. അപ്പോൾ ഡി ഐ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് ഏത് വരയ്ക്കുന്നു? ജെ വരയ്ക്കുന്നു. ഒരു ഈവൻറ്റ് വരയ്ക്കുന്നു. ഇനി അടുത്തത് ജെ പ്രസീഡ്സ് കെ എന്നാണ്. ജെ പ്രസീഡ്സ് കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ജെ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഏത് വരയ്ക്കുക? കെ. ആ കെ എന്നത് ഒരു ചെരിച്ച് കുറച്ച് നീളത്തിൽ ആക്ടിവിറ്റി വരയ്ക്കുകയാണ്. കെ എന്ന ആക്ടിവിറ്റി വരച്ചു. അവിടെ തന്നെ ഒരു ഈവൻറ്റും വരച്ചു. ഇനി അടുത്തത് എച്ച് ജി ആൻഡ് കെ ആർ ദ ടെർമിനൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊജക്റ്റ്. എച്ചും ജിയും കെയും. എച്ചും ജിയും കെയും നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചു കഴിഞ്ഞു. എച്ച് ജി കെ ആ മൂന്നെണ്ണം എന്താണ്? ദാറ്റ് ഈസ് ദ ടെർമിനൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ ടെർമിനൽ ആക്ടിവിറ്റീസ് ആണ്, അതായത് ലാസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫിഗർ ഏകദേശം ക്ലിയർ ആയി. ഇനി ഇതിന് നമ്പർ ഇടണം എന്നറിയാം. ഫസ്റ്റിൽ നമ്പർ നമ്മൾ ഓൾറെഡി ഇട്ടിരുന്നു. ബാക്കി നമ്പർ ഇടുന്നത് ആ ഓർഡറിൽ തന്നെ പോയാൽ മതി. ലാസ്റ്റിൽ ഏറ്റവും വലിയ വാല്യൂ വേണം കൊടുക്കാൻ. 1 2 3 4 5 6 7 8 ഈ ഓർഡറിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഓർഡർ തെറ്റാതിരുന്നാൽ മതി. നിങ്ങൾ നമ്പർ കൊടുക്കുമ്പോൾ ആ ഓർഡറിൽ തന്നെ ലാസ്റ്റിലേക്ക് എത്തണം. അത്രയേ ഉള്ളൂ നമ്പർ കൊടുക്കുന്ന രീതി. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഒരു റഫ് ഫിഗർ നിങ്ങൾ വരച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫെയർ വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒരുപാട് ഇപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ഈ ചെയ്ത പ്രോബ്ലംസ് തന്നെ നന്നായി ട്രൈ ചെയ്യുക, നന്നായി വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എക്സാമിനും ഇത് നന്നായി വരയ്ക്കാൻ പറ്റും. എപ്പോഴും പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെൻസിൽ മാത്രം ഉപയോഗിക്കുക. അതിൽ വേണമെങ്കിൽ ഈ ലെറ്റേഴ്സൊക്കെ വേണമെങ്കിൽ അടയാളപ്പെടുത്താൻ എന്ത് ഉപയോഗിക്കാം? പേൻ ഉപയോഗിക്കാം, കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാം. പക്ഷെ വരയ്ക്കുന്നത് മൊത്തം പെൻസിൽ കൊണ്ട് മാത്രമായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് തിരുത്തേണ്ടി വന്നാൽ തിരുത്താമല്ലോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്നായി വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.